Now I am discussing about the topic a survey of microorganisms. Introduction. Microbes include both cellular and acellular forms. In cellular organisms, the cell is considered as structural and functional and they include the prokaryotics and eukaryotics. Microorganisms prokaryotic and some eukaryotic forms ഉണ്ട്. Among microbes, bacteria are prokaryotics whereas protozoa, algae and fungi are eukaryotics. Algae are simple, unicellular or multicellular eukaryotic and typically chlorophyll bearing non-vascular plants occurring in the aquatic and terrestrial environments. The study of algae എന്ന് പറയുന്നത് phycology അല്ലെങ്കിൽ algology. Algae photosynthesisനും capable ആണ്. പിന്നെ aquatic environmentൽ principal producers. Majority are photoautotrophic although some groups of contain members of mixotrophic, deriving energy both from photosynthesis and uptake of organic carbon either by the osmotrophy, mesotrophy or phototrophy. Chlorophyll. Algal cells പിന്നെ distinct nucleus cell organelles ഉണ്ടാവും. Algal tissues higher plants പോലെ ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രക്ചർ ആയിട്ട് ഓർഗനൈസ്ഡ് അല്ല. അവര് വാരിയസ് സ്ട്രക്ചേഴ്സ് ലാൻഡ് വാർഡ്സിന്റെ വാരിയസ് സ്ട്രക്ചേഴ്സ് ലാക്ക് ചെയ്യും. എന്നിട്ട് ലീവ്സ്, റൂട്ട്സ് എക്സെട്ര. ക്ലോറോഫൈൽസ് A, B, C and D and E are present in the different algal groups. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ആൽഗൽ ഫോംസ് കാണുന്നത് ഗ്രീൻ ആൽഗിലാണ്. എവല്യൂഷൻ സമയത്ത് അവരുടെ ഒരു ലീനേജ് ആണ് ഹയർ ലാൻഡ് പ്ലാന്റ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. കുറെ യൂണിസെല്ലുലർ ഫോംസ് ഉണ്ട്. അവർക്ക് മോട്ടിലിറ്റി, മൂവ്മെന്റിനുള്ള എബിലിറ്റി അവർക്ക് കിട്ടുന്നത് ഫ്ലജല്ലാർ മൂവ്മെന്റ് വഴിയാണ്. അവർക്ക് ഫ്ലജല്ല ഉണ്ടായിരിക്കും. Some species of algae form symbiotic relationship with other organisms. Some species of algae other organisms ആയിട്ട് symbiotic relationship ഉണ്ടാവും. പിന്നെ in this symbiosis, algae supply photosynthesis to the host organism, which in return provide protection to the algal cells. ആൽഗെ എന്ന് വെച്ചാൽ ഹോസ്റ്റ് ഓർഗാനിസം ഫോട്ടോസിന്തസിസ് വഴിയുള്ള പ്രൊഡക്റ്റുകളെ അവർ സപ്ലൈ ചെയ്യും. പോസ്റ്റ് ഓർഗാനിസംസ് ആൽഗയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. പിന്നെ ഡൈനോഫ്ലജേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫൈലത്തെ ആൽഗെ മെറൈൻ ഇൻവെർട്ടിബ്രേ സിംബിയോൺസ് ആയിട്ടാണ് കാണുന്നത്. ഡൈനോഫ്ലജലേറ്റ് വരുന്ന ആൽഗെ ഇൻവെർട്ടിബ്രേ. പിന്നെ സ്റ്റോണി കോറൽസ് ഉള്ള എൻഡോ സിംബിയോണ്ട് ആൽഗയാണ് സുവന്തല എന്ന് പറയുന്നത്. Algal reproductive categories varies from simple asexual cell division to complex form of cell reproduction. Algal reproductive mechanisms, cell division to cell sexual reproduction വരെ അത് പോകുന്നുണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഫിഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൾട്ടിസെല്ലുലാർ ഫിലമെന്റേഷ്യസ് ഫോംസ് ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ സ്പോറിലേഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മെനി ഫോംസ് പ്രൊഡ്യൂസ് മോട്ടേഴ്സ്, സൂസ്പോർസും ഗ്യാമേറ്റ്സ് റീപ്രൊഡക്ഷൻ. പിന്നെ മാക്രോസ്കോപ്പിക് ആൽഗെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷനും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ജനറേഷനും തമ്മിൽ അൾട്ടർനേഷൻ ജനറേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ആൽഗെ സ്പ്രെഡ് മെയിൻലി ഇൻ ദ ഡിസ്പേഴ്സൽ ഓഫ് സ്പോർസ് അനലോഗസ് ടു ഡിസ്പേഴ്സൽ ഓഫ് പ്ലാന്റ്സ് ബൈ സീഡ്സ് ആൻഡ് സ്പോർസ്. പിന്നെ ബേസ്ഡ് ഓൺ ദ ഡൈവേഴ്സിറ്റി ഓഫ് ദർ ആൽഗെ ക്ലാസിഫൈഡ് ഇൻ ടു various groups. ഇതാണ് ഹൈഡ്രോഫൈറ്റ്സ്, എഡഫോഫൈറ്റ്സ്, എറോഫൈറ്റ്സ്, ക്രിപ്റ്റോഫൈറ്റ്സ്, എൻഡോഫൈറ്റ്സ്, എൻഡോസോയിക്, സിംബയോൺസ്, പാരസൈറ്റ്. പിന്നെ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ പിഗ്മെന്റ്സും റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ആൽഗി ക്ലാസിഫൈ ചെയ്യുന്നത് സെവറൽ കേസ് ക്ലാസ് ആയിട്ടാണ്. ക്ലോറോഫൈറ്റ, യൂഗ്ലിനോഫൈറ്റ, ക്രൈസോഫൈറ്റ, ഫയോഫൈറ്റ, പൈറോഫൈറ്റ, റോഡോഫൈറ്റ. പിന്നെ ആൽഗെ ആർ യൂസ്ഡ് ബൈ മാൻ ഇൻ മെനി വേസ്. എന്നിട്ട് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോയിൽ കണ്ടീഷണേഴ്സ് ആയിട്ട്, ലൈഫ് സ്റ്റോക്ക് ആയിട്ട്, ഫീഡൊക്കെ ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏഗർ എന്ന് പറഞ്ഞാൽ ജെലാറ്റിനസ് സബ്സ്റ്റൻസ് ഡിറൈവ്ഡ് ഫ്രം ദ റെഡ് ആൽഗെ. അതിന് കൊമേഴ്ഷ്യൽ യൂസസ് ഒക്കെ ഉണ്ട്. സീഡ് വീഡ് ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നു. നാച്ചുറലി ഗ്രോയിങ് സീഡ് വീഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫുഡ് ഫോർ മെന്നിനും എനിമൽസിനും.
They are rich in many vitamins, iodine, potassium, iron, magnesium, and calcium. എൻവയോൺമെന്റ് ബയോറെമഡിയേഷനിൽ ആൽഗൽ ഫോംസ് യൂസ് ചെയ്യുന്നത് സ്വീവേജ് ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ഇതൊക്കെ റെപ്രസെന്റേറ്റീവ് ഫോംസ് ഓഫ് ആൽഗയാണ്. യൂഡ്രീന യൂണിക്കോക്ക, പിന്നെ ക്ലാഡോഫോറ, ഗ്ലോമാറ്റ, ഗ്ലോമറേറ്റ, ബോട്രീഡിയം, ഗ്ലോമാറ്റം എന്ന് പറഞ്ഞിട്ട്. അടുത്ത സ്ലൈമോഡ്സ്. സ്ലൈമോഡ്സ് ആർ ഫോമർലി ക്ലാസിഫൈഡ് ആസ് എ ഫഞ്ചി. സ്ലൈമോഡ്സിന് മുന്നേ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫഞ്ചസ് ഗ്രൂപ്പായിട്ടാണ്. ശരിക്കും അത് പ്രോട്ടിസ്റ്റ് ആണ്. പിന്നെ അവർ ഫീഡ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ സോയില്, ലോൺസ്, ഫോറസ്റ്റ് ഫ്ലോർ, ഡിസീഡിയസ് ലോഗ്സ് എക്സെട്ര. ട്രൂ slimodes have a vegetative phase called plasmodium, characterized by a multinucleate mass of cytoplasm without a firm cell wall. അതൊരു സൈറ്റോപ്ലാസത്തിന്റെ മൾട്ടിന്യൂക്ലിയേറ്റ് മാസ് ആണ്. അതിന് സെൽ വോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. ട്രൂ slimodes ഹാവ് എ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാണ് പ്ലാസ്മോഡിയം. പിന്നെ സെൽ വോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. പ്ലാസ്മോഡിയം പറഞ്ഞാൽ ഷേപ്പ്ലെസ് ആയിരിക്കും. മോയിസ്റ്റ് സബ്സ്റ്റൻസിൽ മേലെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റേഴ്സും ഇൻജസ്റ്റ് മൈക്രോബ്സും. They are few centimeters in size, few centimeters ആയിരിക്കും. ആൻഡ് സ്ട്രൈക്കിംഗ് കളേഴ്സ് ഉണ്ടാവും. പിന്നെ develop from the amoeba-like cells called myxamoebae that are haploid and multiply under favorable condition. Amoeba-like cells correct mate favorable conditions. These amoeba-like cells mate when they encounter with the correct mating type and form zygotes which then grow into plasmodium. അമീബ-ലൈക്ക് സെൽസ് കറക്റ്റ് മേറ്റിംഗ് ടൈപ്പിന് കിട്ടുമ്പോൾ അവരെ മേറ്റിംഗ് നടത്തും. എന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. എന്നിട്ട് ഈ സൈഗോട്ട് പ്ലാസ്മോഡിയം ആവും. അപ്പൊ ഈ അമീബ-ലൈക്ക് സെൽസ് കറക്റ്റ് മേറ്റിംഗ് ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രമേ ഇവർക്ക് സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. When the food supply became sacred, the plasmodium transformed into a rigid fruiting body containing sporangium. This sporangium will release spores which hatch into amoeba-like cells. ഫുഡ് സപ്ലൈ കുറയുമ്പോൾ പ്ലാസ്മോഡിയം ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഫോം ചെയ്യും. സ്പൊറാഞ്ചിയം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഫോം ചെയ്യും. ഈ സ്പൊറാഞ്ചിയം സ്പോർസ് റിലീസ് ചെയ്യും. ഈ സ്പോർസ് റിലീസ് ചെയ്ത് അമീബ-ലൈക്ക് സെൽസായി ഫോം ചെയ്യും. പിന്നെ ഈ സ്ലൈമോഡ്സ് ക്യാൻ ജനറലി ഡിവൈഡ് ഇൻ 2 മെയിൻ ഗ്രൂപ്പ്സായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലാസ്മോഡിയം സ്ലൈമോഡ്സും സെല്ലുലാർ സ്ലൈമോഡ്സും. പ്ലാസ്മോഡിയം സ്ലൈമോഡ്സിലെ ലൈഫ് സൈക്കിള് ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്ലാസ്മോഡിയൽ സ്റ്റേജിൽ തന്നെ. സെല്ലുലാർ സ്ലൈമോഡ്സിൽ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിസെല്ലുലാർ പ്രൊട്ടിസ്റ്റ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ ഒരു കെമിക്കൽ സിഗ്നൽ വരുമ്പോൾ അവർ അസംബിൾ ചെയ്യും. അവർക്ക് കൂടി ചേർന്നിട്ട് ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. എന്നിട്ട് അത് ഒരു സിംഗിൾ ഓർഗാനിസമായി ആക്ട് ചെയ്യും. കെമിക്കൽ സിഗ്നൽ കിട്ടുമ്പോൾ മുന്നേ അവർ ഇൻഡിവിജ്വൽ കെമിക്കൽ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. പിന്നെ സ്ലൈമോഡ്സ് ഒക്കെയാണത്. എന്നിട്ട് കാനിഡിഡ അൽബിക്കൻസ് ഗ്രോയിങ് ഓൺ ആഗറിൽ ഗ്രോ ചെയ്യുന്നത്. ഫൈസാരിയം പെനിട്രലെ പിന്നെ എഗ്ഷെൽ സ്ലൈമോഡാണത്. ഇനി അടുത്താണ് ഫഞ്ചി. The kingdom fungi include eukaryotic organisms like yeast, mold, mushrooms. Kingdom fungi eukaryotic organisms ഉണ്ട്. yeast, molds, mushrooms. Study on fungi എന്ന് പറയുന്നതാണ് മൈക്കോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഫഞ്ചി എന്ന് പറയുന്നതാണ് മൈക്കോളജി. പിന്നെ
They are decomposers ആണ്. എവിടെ sporophyte occurs on diverse microhabitants, soil, water, spoiled food, dead matter, etc. or as symbionts on plants, animals or other fungi. The cell of most fungi grow ചെയ്യുന്ന tubular ആയിരിക്കും, thread like filament structures. അതിന് പറഞ്ഞാണ് ഹൈഫി എന്ന് പറയുന്നത്. ഹൈഫർ 2 to 10 micrometer diameter and reach up to several centimeters ലെങ്ത്തിൽ several centimeters ആയിരിക്കും. പിന്നെ ഈ ഹൈഫിക്ക് ഒരു മൾട്ടിപ്പിൾ ന്യൂക്ലിയം എന്നിട്ട് അത് ടിപ്സിൽ ഗ്രോ ചെയ്യും. ന്യൂ ഹൈഫി എന്ന് പറയുന്നത് ടിപ്പിക്കലി ഫോം ചെയ്യുന്നത് ഒന്നിൽ പറയും ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ബൈഫ്യൂരേഷൻ ഓഫ് ഹൈഫിലെ ടിപ്സ് വരെയാണ്. ബൈഫ്യൂരേഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് ബ്രാഞ്ച് ചെയ്ത് പോവാം. ഹൈഫ ബ്രാഞ്ച് ചെയ്തൂലോ. The branching leads to development of interconnected network of hyphae is called mycelium. ഹൈഫ ബ്രാഞ്ച് ചെയ്തൂലോ, അപ്പൊ ഈ ബ്രാഞ്ചിങ് ഇന്റർകണക്ട് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് മൈസീലിയം എന്ന് പറയുന്നത്. ഹൈഫിന് 2 ടൈപ്സ് ഉണ്ടാവും, സെപ്റ്റേറ്റ് അല്ലെങ്കിൽ സീനോസൈറ്റിക്. സെപ്റ്റേറ്റ് അല്ലെങ്കിൽ സീനോസൈറ്റ്. സെപ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ക്രോസ് വാൾസ് ഉണ്ടായിരിക്കും. ആ ക്രോസ് വാൾസ് വെച്ചിട്ട് ഒരു ഹൈഫിനെ ഓരോ കമ്പാർട്ട്മെന്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ആ കമ്പാർട്ട്മെന്റിൽ ഒന്നോ അതിൽ അധികമോ ന്യൂക്ലിയൈ കാണാൻ പറ്റും. സീനോസൈറ്റിക് എന്ന് പറയുന്നത് സീനോസൈറ്റിക് നോ കമ്പാർട്ട്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. സോ അത് മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിരിക്കും. ബാക്കിയുള്ള ന്യൂക്ലിയോടൈഡ്സ് പോലെ തന്നെ ഇവർക്ക് ന്യൂക്ലിയസ് മെമ്പറൈൻ ബൗണ്ട് ആണ്. റൈബോസോംസും ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത് ഫഞ്ചി റീപ്രൊഡ്യൂസ് ബോത്ത് ബൈ സെക്ഷലും സെക്ഷലായിട്ടാണ് ഫഞ്ചി റീപ്രൊഡ്യൂസ് ചെയ്യാം. Asexual reproduction is by vegetative pores or through by mycelial fragmentation. Asexual reproduction നടക്കുന്നത് വെജിറ്റേറ്റീവ് പോർസ്, അത് കൊനീഡിയ അല്ലെങ്കിൽ മൈസീലിയൽ ഫ്രാഗ്മെന്റേഷൻ വഴി. Sexual reproduction നടക്കുന്നത് differs in many aspects that animals of plants and mechanism varies from fungal group. പിന്നെ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയുള്ള ഫഞ്ച് കമ്പാറ്റബിൾ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന ഇൻഡിവിജ്വൽസ് കമ്പൈൻ ചെയ്തിട്ട് എന്നിട്ട് അവരുടെ ഹൈഫെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഇന്റർകണക്ട് നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതിനാണ് അനസ്റ്റോമിഷ്യസ് എന്ന് പറയുന്നത്. അനസ്റ്റോമിഷ്യസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അവർ ഇന്റർകണക്ട് നെറ്റ്വർക്ക് ഫോം ചെയ്യും. പിന്നെ ascomycetes, meiodivisions and karyogamy result in the production of ascospores. Ascomycetes meiodivisions karyogamy ascospores production help ചെയ്യുന്നത്. After dispersal, the ascospores may germinate and form a new haploid mycelium. After dispersal കഴിയുമ്പോൾ ascospores germinate ചെയ്തിട്ട് ഒരു haploid mycelium ഫോം ചെയ്യും. പിന്നെ currently 7 phyla propose ചെയ്യും. Microsporidia, Chytridiomycota, Blastocladiomycota, Neocalimystigomycota, Glomeromycota, Ascomycota and Basidiomycota. പിന്നെ ഫഞ്ചി എന്നത് എക്കണോമിക്കലി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. Some fungi, mushrooms and truffles used as diet source of food. Different ingredient fragment various food products ingredient use ചെയ്യുന്നു. wine, beer, soya sauce, etc. Some fungi used for production of antibiotics and more recently various enzymes used for the detergent industry use ചെയ്യുന്നുണ്ട്. പിന്നെ ബയോളജിക്കൽ പെസ്റ്റിസൈഡ്സ് ബീഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, പിന്നെ പ്ലാന്റ് ഡിസീസസ്, പിന്നെ ഇൻസെക്ട് പെസ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Many species produce bioactive compound mycotoxins. ചില സ്പീഷീസ് ഓഫ് ഫംഗസ് മയോടോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് അനിമൽസിനും അതുപോലെ തന്നെ ഹ്യൂമൻസിനും പോയിസണസ് ആണ്. ഫംഗൽ ഡിസീസ് വഴിയുള്ള കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിന് ഫംഗസ് സഫർ ചെയ്തിട്ട് നാശം സംഭവിക്കും. എക്സാമ്പിൾ അതാണ് ബ്ലാസ്റ്റ് ഡിസീസ് ഓഫ് പാഡി എന്ന് പറയുന്നത്.
ഫഞ്ചിയിൽ ബോത്ത് പോസിറ്റീവ് നെഗറ്റീവ് അസോസിയേഷൻസ് വിത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻക്ലൂഡിംഗ് മെന്ന്. Mycorrhizal symbiosis between plants and fungi is one of the most well-known plant-fungus association. പിന്നെ several groups of ant cultivate fungi's primary food diet source while Ambrosia beetles cultivate various species of fungi in bark of trees. They invest in female of wood wasp species inject their eggs with the spores of wood rotting fungus Ameliosternum arelatum into the sapwood of the pine trees. പിന്നെ soil fungus provides ideal nutritional conditions for the development of wasp larvae development വേണ്ടിയിട്ട് nutrition condition. പിന്നെ agricultural fungi are useful in the biocontrol. Agricultural fungi യൂസ് ചെയ്യുന്നത് biocontrol of pathogenic microorganisms and pests such as insects, mites, nematodes and other fungi. പിന്നെ certain fungi are biodegraders of some xenobiotic chemicals and insecticides, herbicides, pentachlorophenol, chrysosed coal tars, heavy fuels and turn them into carbon dioxide, water and basic elements. Many fungi are parasites on plants and animals including many other fungi. Some fungi can cause serious diseases in men. Serious diseases വരാം. These include aspergillosis, candidiasis, അതൊക്കെ include ചെയ്യും. Thank you.